63ാമത് കേരള സ്കൂൾ കലോത്സവം കൊടിയിറങ്ങാൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കനകക്കുന്ന് നിശാഗന്ധിയിലാണ്. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരം പളിയ നൃത്തമാണ്. രാവിലെ നടന്നതോ ഇരുള നൃത്തം. കലോത്സവത്തെ സംബന്ധിച്ച് ഇതൊക്കെ പുതിയ നാമധേയങ്ങളാണല്ലേ. സത്യം പറഞ്ഞാൽ ഈ 63ാമത് സ്കൂൾ കലോത്സവത്തിൽ ഗോത്രവിഭാഗങ്ങളുടെ കലാരൂപങ്ങളുടെ ഒരു പ്രാതിനിധ്യം തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇരുള നൃത്തം, പളിയ നൃത്തം, മംഗളം കളി, മലപുലയാട്ടം എന്ന് പറയുന്ന 4-5 ഇനങ്ങൾ ആഡായിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പളിയ നൃത്തം ചെയ്യുന്ന മലപ്പുറത്തെ കുറച്ച് കലാകാരന്മാരെയാണ്. കലാകാരന്മാരും കലാകാരികളും ഉണ്ട്. കൊച്ചു കലാകാരന്മാരും കലാകാരികളാണ്, സ്കൂൾ വിദ്യാർത്ഥികളാണ്. ഒപ്പം മഞ്ജുഷ ടീച്ചറും ഉണ്ട്. അപ്പം നമുക്ക് അവരിലേക്ക് പോയാലോ? വരും. அந்த கம்பக்கார ஓரத்தில என்னதா என்ன கண்டுக்காம போறதென்ன சின்னதா அந்த கம்பக்கார ஓரத்தில என்னதா என்ன கண்டுக்காம போறதென்ன சின்னதா சும்மா நின்று பேசினாத என்னதா சும்மா நின்று பேசினாத என்னதா ஓ சொத்தடிஞ்சு ஓ பொது சொத்தடிஞ்சு போயிடுமா சின்னதா பெட்டி இருக்குது அது கண்ணாடிச்சு என்ன இதா மயக்குது கக்கத்தில ஒரு பெட்டி இருக்குது அது கண்ணாடிச்சு என்ன இதா மயக்குது உன்னை மட்டும் மறக்க என்ன முடியல உன்னை மட்டும் மறக்க என்ன முடியல அந்த மஞ்சள் கலர் மட்டும் என்ன மயக்குது அந்த மஞ்சள் கலர் மட்டும் என்ன மயக்குது கண்டாட்டி போட்டவளே அல்லிலே லேலோ தானா வளர்ந்தவளே தில்லாலே லேலோ கண்டாட்டி போட்டவளே அல்லிலே லேலோ தானா வளர்ந்தவளே தில்லாலே லேலோ அஞ்சூறு சம்சாரி அப்பாதில்ல அந்த அர்ப்பு போட்ட செலக்காரி அம்மாளில்ல அந்த அர்ப்பு போட்ட செலக்காரி அம்மாளில்ல அஞ்சூறு சம்சாரி அப்பாதில்ல அந்த அர்ப்பு போட்ட செலக்காரி அம்மாளில்ல அந்த அர்ப்பு போட்ட செலக்காரி அம்மாளில்ல கண்டாட்டி போட்டவளே அல்லிலே லேலோ தானா வளர்ந்தவளே தில்லாலே லேலோ கண்டாட்டி போட்டவளே அல்லிலே லேலோ தானா வளர்ந்தவளே தில்லாலே லேலோ. ഇപ്പോൾ കണ്ട മനോഹരമായ പളിയ നൃത്ത കലാരൂപമാണ്. അപ്പോൾ കലാകാരികൾ എല്ലാവരും ഉണ്ട്, കലാകാരന്മാരും ഉണ്ട്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, നിങ്ങൾ എവിടെ നിന്നാണ്? മലപ്പുറം. സ്കൂൾ പേര്? PHS പന്തല്ലൂർ. ഓക്കെ. കഴിഞ്ഞായിരുന്നോ മത്സരം? എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ. അപ്പോൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പളിയ നൃത്തം അല്ലേ. അപ്പോൾ ഇതിന്റെ പരിശീലനവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടികൾ തന്നെ പറയാം. അടിപൊളിയായിരുന്നു, നന്നായി പഠിപ്പിച്ചായിരുന്നു. ആരാണ് പരിശീലകൻ? ഓക്കെ. അപ്പോൾ മിസ് തന്നെ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു കുട്ടികൾ? അതായത് കലോത്സവത്തെ സംബന്ധിച്ച് ഇതൊരു പുതിയ ഇനമാണ്, രണ്ടും. അപ്പം 4-5 ഇനങ്ങളുണ്ട്. ഗോത്രവിഭാഗങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കുറേ കലാരൂപങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇത് പുതിയതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പരിശീലന കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു? നല്ല രസമായിരുന്നു. കാരണം ഇതൊരു ഗോത്ര കല ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ താളും ലയവും ഒക്കെ വരാൻ കുറച്ച് സമയം എടുത്തു. പക്ഷെ എൻ്റെ പിള്ളേർ നല്ല പിള്ളേരായിട്ട് പെട്ടെന്ന് പഠിച്ചെടുത്തു. പിന്നെ ഞാൻ മാത്രമല്ലായിരുന്നു, വേറൊരു ആളും കൂടി ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ. അവരും കൂടിയാണ് ഹെൽപ്പ് ചെയ്തത്. മിസ്സിന്റെ പേര്? മഞ്ജുഷ. അപ്പം ഇതില് പ്രത്യേകം എടുത്തു പറയേണ്ട ഈ പാട്ടാണ്. ഒരു തമിഴ് കലർന്ന പാട്ടാണെന്ന് തോന്നുന്നു. പാട്ടുകാരെവിടെ? പാട്ടുകാർ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവര് ഡാൻസ് പ്രത്യേകം പറഞ്ഞായിരുന്നു ബുദ്ധിമുട്ടാണ്. അപ്പൊ പാട്ടിനെ കുറിച്ച്? പാട്ട് ആദ്യമൊക്കെ ഞങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വരിയൊക്കെ ക്ലിയർ ആവാനും. പിന്നെ ടീച്ചറായിട്ട് റെഡിയാക്കി തന്നു. പിന്നെ എല്ലാവർക്കും അത് സിമ്പിളായി. ഇപ്പോൾ കൺഫ്യൂഷനൊന്നും ഇല്ലാതെ പാടാൻ പറ്റും. അപ്പോൾ സ്കൂളിൽ വെച്ച് തന്നെയാണോ ഫുൾ പരിശീലനം, പ്രാക്ടീസും എല്ലാം? അപ്പോൾ ക്ലാസ്സൊക്കെ കുറച്ച് കട്ട് ചെയ്ത് സ്കൂളിൽ നന്നായിട്ട് ചെയ്തു, അടിപൊളിയായിട്ട്. അപ്പം റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലേ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.